നമസ്കാരം. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് ഇപ്പോൾ നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പില്ലെന്ന് വെളിപ്പെടുത്തൽ. UDF അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായി കെ സുധാകരൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ നിലവിലെ ലോക്സഭാ അംഗങ്ങളിൽ പലരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഉറപ്പായി. UDFൽ തന്നെ പലരും ഇപ്പോൾ കൺവീനർ അടൂർ പ്രകാശും നിയമസഭയിൽ മത്സരിക്കും. ജയസാധ്യതയുള്ള MPമാരെ എല്ലാം കളത്തിലിറക്കാനാണ് ഇപ്പോൾ തീരുമാനമെന്നാണ് പറയുന്നത്. അപ്പോൾ ശശി തരൂരുണ്ടോ? ശശി തരൂരിന്റെ കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡുമായി തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ മത്സരിപ്പിക്കുമോ എന്നത് നിർണായകം തന്നെയാണ്. ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇല്ലെന്ന് തരൂർ വിശദീകരിച്ചിട്ടുമുണ്ട്. സുധാകരൻ വെളിപ്പെടുത്തലുമായി തന്നെ ഈ ചർച്ചകൾ കാരണമാകുന്നു. കോന്നിയിൽ നിന്നും അടൂർ പ്രകാശ് മത്സരിക്കാനാണ് സാധ്യത. സമാന രീതിയിൽ ജയിക്കാൻ സാധ്യത കുറവുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ സീറ്റിംഗ് MPമാർ പരീക്ഷിച്ചേക്കും. ഇതുപോലെ തന്നെ പരമാവധി സീറ്റ് നിയമസഭയിൽ ഉറപ്പിക്കാനാണ് ഇത്. കണ്ണൂർ നിയമസഭയിൽ നിന്നാകും സുധാകരൻ മത്സരിക്കുക. KPCC അധ്യക്ഷ പദവിയിൽ നിന്നും മാറണമെന്നും ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് KC വേണുഗോപാലാണ് ആവശ്യപ്പെട്ടതെന്ന് സുധാകരൻ പറഞ്ഞു. നിങ്ങളെ ഒഴിവാക്കുന്നതല്ല, പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്നും വേണു പറഞ്ഞു. ഉചിതമായ ആദരം നൽകി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞപ്പോൾ മാറാൻ തയ്യാറാണെന്ന് ഞാനും പറഞ്ഞു. പ്രവർത്തക സമിതി അംഗത്വം വാഗ്ദാനം ചെയ്തതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ആളെ ആദ്യം തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തെന്ന് സുധാകരൻ പറയുന്നു. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായും ഒക്കെ തന്നെ സംസാരിക്കാൻ പോയത് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറേണ്ടി വരുമെന്ന ധാരണയിലാണ്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പിണറായി വിജയനെതിരായ അന്തിമ പോരാട്ടമായി ഞാൻ അതിനെ കാണുന്നു. അതിനെ തന്നെ കണ്ടിരിക്കുന്നതും സത്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും എന്നോട് മാറണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് മാറേണ്ടി വരില്ലെന്ന് ഞാൻ കരുതിയത്, സുധാകരൻ പറഞ്ഞു. തന്റെ പിന്തുണയിലാണ് സണ്ണി ജോസഫ് ഇപ്പോൾ KPCC തലപ്പത്ത് എത്തിയതെന്ന് കൂടി പറയുകയാണ് സുധാകരൻ. കണ്ണൂർ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം. പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കൂ എന്നതാണ് എന്റെ രാഷ്ട്രീയ ദൗത്യം. KC വേണുഗോപാലും ഞാനും തമ്മിൽ സഹോദര തുല്യമായ ബന്ധമാണ്. 1993 കണ്ണൂർ DCC അധ്യക്ഷനായതോട് കാലം തൊട്ട് തന്നെ സ്ഥാനത്തേക്ക് ഗ്രൂപ്പുകളെ വെല്ലുവിളിച്ച് ഞാൻ മത്സരിച്ചപ്പോൾ വേണു KC സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു. കരുണാകരനോടൊപ്പം നിന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എതിർത്തിട്ടും അന്നും ഞാൻ ജയിച്ചു. എല്ലാ കാലത്തും വേണുഗോപാൽ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂവെന്നും സുധാകരൻ പറഞ്ഞു. ബെൽഗാവി സമ്മേളനത്തിനും ശേഷം 6 PCC അധ്യക്ഷന്മാരായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണുഗോപാൽ പറഞ്ഞത്. എനിക്ക് മറ്റു പല സ്ഥാനങ്ങളും നൽകാമെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുകയും ചെയ്യും. സർക്കാരിന്റെ ഭാഗമാകുമെന്ന് ഉറപ്പുകളും ലഭിച്ചു. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുമുണ്ട്. പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകും, സർക്കാരിന്റെ ഭാഗമാക്കുമെന്ന് ഉറപ്പുകൾ ലഭിച്ചതോടെ തന്നെ ഒഴിവാക്കില്ല എന്നും പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്നുമാണ് KC വേണുഗോപാൽ പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹം കേട്ട കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും തന്നെയാണ് കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളോടും അദ്ദേഹം എത്തി ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയതെന്നും പറയുന്നുണ്ട്.